പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കേഡർ പാർട്ടിയാണ്. അത് ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുകളിൽ നിന്ന് കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതായത് പോളിറ്റ് ബ്യൂറോ ആണ് അതിൻ്റെ ഏറ്റവും ഉന്നതമായ ബോഡി. അതിൻ്റെ കീഴിൽ കേന്ദ്ര കമ്മിറ്റി ഉണ്ട്. ആ കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിൽ സംസ്ഥാന കമ്മിറ്റികൾ ഉണ്ട്. സംസ്ഥാന കമ്മിറ്റികൾക്ക് കീഴിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കീഴിൽ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുമ്പോൾ സംസ്ഥാന പാർട്ടി ഘടകങ്ങൾ, അതായത് കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിൽ സംസ്ഥാന പാർട്ടി ഘടകങ്ങൾ. പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ബോഡിയുടെ ഏറ്റവും ഉന്നത സ്ഥാനീയനായിട്ടുള്ളത് ദേശീയ ജനറൽ സെക്രട്ടറി. അതിപ്പോൾ സീതാറാം യെച്ചൂരിയാണ്. അദ്ദേഹത്തിന് കീഴിൽ ഒരു പോളിറ്റ് ബ്യൂറോ ഉണ്ട്. 85-90 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കേന്ദ്ര കമ്മിറ്റിയുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിൽ സംസ്ഥാന പാർട്ടി ഘടകങ്ങളുണ്ട്. ആ സംസ്ഥാന പാർട്ടി ഘടകങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഓരോ സംസ്ഥാനത്തും സംസ്ഥാന സെക്രട്ടറിമാരാണ്. ആ സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ബോഡിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കീഴിൽ 85-90 പേരടങ്ങുന്ന സംസ്ഥാന കമ്മിറ്റി ഉണ്ടാവും. സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ ജില്ലാ കമ്മിറ്റികളുണ്ട്. ജില്ലാ കമ്മിറ്റികൾക്ക് കീഴിൽ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി. ഇതാണ് ഇതിൻ്റെ ഒരു മേൽക്കീഴിലുള്ള ഒരു ശ്രേണി ബന്ധം. അപ്പോൾ മറ്റ് പാർട്ടികൾ പോലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഈ പറഞ്ഞ പോലെ ഒരു കേഡർ ബേസ്ഡ് പാർട്ടിയാണ്. വളരെ ഏകീകൃതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ അച്ചടക്കത്തോടുകൂടി താഴെത്തട്ടിൽ വരെ നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയാണ്. വർഗരഹിത സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ദരിദ്രർക്കും നിസ്വർക്കും ഒക്കെ വേണ്ടി, തൊഴിലാളികൾക്കും ഒക്കെ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പാർട്ടി. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. സുഹൃത്തുക്കളെ, ഞാനീ പറഞ്ഞതൊക്കെ പ്രയോഗമല്ല, ഈ പറഞ്ഞ തിയറിയാണ്. തിയറി ഒരു കാൽപ്പനികമായിട്ടുള്ളൊരു സംഭവം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അതിനെ പറയാം. പ്രയോഗത്തിലുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഞാനിപ്പോൾ എൻ്റെ ഒരു തിയറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തിയറിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ? പ്രയോഗം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്ക് ഒരു പോളിറ്റ് ബ്യൂറോ ഉണ്ട്. പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു ജനറൽ സെക്രട്ടറിയുമുണ്ട്. ആ ജനറൽ സെക്രട്ടറിയുടെ പേരാണ് സീതാറാം യെച്ചൂരി. പ്രയോഗത്തിൽ ആ സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി ആരാ? തിയറി ഞാൻ നേരത്തെ പറഞ്ഞു. പ്രയോഗത്തിൽ ഇന്നത്തെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിലെ പാർട്ടിയെയും കേരളത്തിലെ ഗവൺമെൻറ്റിനെയും നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ്റെ ഒരു വിശ്വസ്ത വിനീത വിധേയൻ എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടോ? പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയൻ എന്ന് ഞാൻ പറയുന്നത് പിണറായി വിജയൻ്റെ വീട്ടുവേലക്കാരൻ എന്നൊന്നും പറഞ്ഞ് സീതാറാം യെച്ചൂരിയെ അപഹസിക്കേണ്ടല്ലോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ പറയേണ്ടതാണ്. പക്ഷേ ഞാനങ്ങനെ പറയുന്നില്ല. ഇന്ന് പ്രയോഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പാർട്ടിയായിട്ടുള്ള CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയൻ. പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കും, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും, കിടക്കാൻ പറഞ്ഞാൽ ഉരുളും. അങ്ങനത്തെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി. പിണറായി വിജയൻ എന്ത് പറയുന്നു അതാണ് പാർട്ടിയുടെ തീരുമാനം. പിണറായി വിജയൻ ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രി, CPMന് രാത്രിയായിരിക്കും. അതിൽ ദേശീയ ജനറൽ സെക്രട്ടറിക്കൊന്നും യാതൊരു റോളുമില്ല. തെരഞ്ഞെടുപ്പ് നയം എന്താണോ അത് പിണറായി വിജയനാണ് തീരുമാനിക്കുന്നത്. പാർട്ടി എന്ത് തീരുമാനം എടുക്കണോ അത് ഫലത്തിൽ തീരുമാനിക്കും ഡിഫാക്റ്റോ ദേശീയ ജനറൽ സെക്രട്ടറി പിണറായി വിജയനാണ്. മറ്റേതൊരു വിശ്വസ്ത വിനീത വിധേയൻ മാത്രം. സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്തുണ്ടായ സംഭവം എന്താ? CPM പല്ലിനഖ ഉപയോഗിച്ച് എതിർക്കുന്ന, ഇന്ത്യയെ ഒരു ഹിന്ദുത്വ പാർട്ടി രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് CPM രാവും പകലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJPയുമായി CPMൻ്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ചർച്ച നടത്തി എന്നുള്ള വിഷയം പുറത്തു വന്നിട്ട് ഇപ്പോൾ 2-3 ആഴ്ചയായി കഴിഞ്ഞു. ചർച്ച നടന്നു എന്ന് അയാൾ അംഗീകരിക്കുക വരെ ചെയ്തു. അങ്ങനെ ചെയ്ത ഒരാൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സ്വാഭാവികമായും അയാൾ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കെ അയാൾ അങ്ങനെ പാർട്ടി വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ പോളിറ്റ് ബ്യൂറോ നടപടിയെടുക്കേണ്ടതാണ്. സ്വാഭാവികമായി അതിനെക്കുറിച്ചിട്ട് ദേശീയ ജനറൽ സെക്രട്ടറി ചോദിച്ചപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി പറയുകയാണ് സംസ്ഥാനത്ത് അത് തീരുമാനം എടുക്കുന്നത്. എങ്ങനെയുണ്ട്? കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇയാൾ ജയരാജൻ.
ജയരാജൻ BJPയുമായി ചർച്ച നടത്തി എന്നുള്ള ഏറ്റവും വലിയ പാർട്ടി വിരുദ്ധ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്മേലൊരു തീരുമാനമെടുക്കേണ്ടത് പോളിറ്റ് ബ്യൂറോയാണ്. അതെടുക്കാനുള്ള ശക്തി ഇയാൾക്കില്ല, സീതാറാം യെച്ചൂരിക്കില്ല. കാരണം എന്താ? സീതാറാം യെച്ചൂരിക്ക് നിലനിൽക്കണമെങ്കിൽ പിണറായി വിജയൻ്റെ സഹായം വേണം. സീതാറാം യെച്ചൂരിക്ക് ദേശീയ ജനറൽ സെക്രട്ടറിയായി തുടരണമെങ്കിൽ പിണറായി വിജയൻ്റെ സഹായം വേണം. സീതാറാം യെച്ചൂരിക്ക് ദേശീയ ജനറൽ സെക്രട്ടറിയായി തുടരണമെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലുള്ള പിണറായി അനുകൂലികളുടെ പിന്തുണ വേണം. അതുകൊണ്ട് പിണറായി വിജയൻ ഒന്ന് ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കും ഈ സീതാറാം യെച്ചൂരി. പിണറായി വിജയൻ പറയുന്നതിന് മുമ്പോട്ടും പുറകോട്ടും പോകാൻ സീതാറാം യെച്ചൂരിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് EP ജയരാജനെതിരെ നടപടിയെടുക്കാൻ പോലും ഉള്ള ശക്തി ഇയാൾക്കില്ലാത്തത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി എത്രയോ ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ ഉയർന്നു വന്നിരിക്കുന്നു. അതിലേതെങ്കിലും ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ പരിശോധിക്കുമെന്നും തെറ്റേത് ശരിയേത് എന്ന് പരിശോധിക്കുമെന്നും പറയാനുള്ള ആർജവമോ ഇച്ഛാശക്തിയോ ധൈര്യമോ സീതാറാം യെച്ചൂരിക്ക് ഉണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ്റെ ഒരു വിധേയൻ സിനിമയിലെ വിധേയനുണ്ടല്ലോ, അതുപോലൊരു വിധേയൻ. അപ്പോൾ ആ സീതാറാം യെച്ചൂരിക്ക് ഇനി കരണീയമായിട്ടുള്ള മാർഗം എന്താണ് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് ഞാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, സീതാറാം യെച്ചൂരിക്ക് ഇനി ഈ പാർട്ടിയിൽ ഇങ്ങനെ ഒരു പിയൂണോ ക്ലർക്കോ ആയി തുടരാം, അത്രയേ ഉള്ളൂ. സീതാറാം യെച്ചൂരി എന്ന് മാറണമെന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നു അന്ന് സീതാറാം യെച്ചൂരിയുടെ സ്ഥാനം തെറിക്കും. സീതാറാം യെച്ചൂരി വേണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചാൽ സീതാറാം യെച്ചൂരി അവിടെ ആ സ്ഥാനത്തുണ്ടാവില്ല. സീതാറാം യെച്ചൂരി അവിടെ ഇരുന്നു കൊള്ളട്ടെ എന്ന് പിണറായി വിജയൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ടും പിണറായി വിജയൻ്റെ ഒരു വിനീതനാണ് സീതാറാം യെച്ചൂരി എന്നുള്ളത് കൊണ്ടും അയാൾ ആ സ്ഥാനത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ അവസാനത്തെ സംഭവം ആലോചിച്ച് നോക്കൂ. നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിനിടയിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊരു കുന്തമുനയായി നിൽക്കേണ്ട CPMൻ്റെ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവും വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സീതാറാം യെച്ചൂരിക്ക്. അപ്പോൾ സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം ഇനി ചെയ്യാവുന്ന കാര്യം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് CPM വിട്ടുപോവുക എന്നുള്ളതാണ്. കാരണം CPMൽ ഇങ്ങനെ പല്ലും നഖവും കൊഴിഞ്ഞ ഒരു സിംഹമായി അയാൾ തുടർന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അയാൾക്കൊരു തീരുമാനം എടുക്കാനുള്ള അധികാരമില്ല. CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് സീതാറാം യെച്ചൂരിയോട് പറയാനുള്ള അയാൾക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് അയാൾ CPM വിട്ടു പോവുകയാണ് ഇനി ചെയ്യേണ്ടത്. അയാൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ചേരുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാൾ അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പമാണ് നിൽക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടാണ് അയാൾ നിൽക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ സീതാറാം യെച്ചൂരിക്കുള്ള ഏറ്റവും നല്ല മാർഗം CPM വിട്ട് കോൺഗ്രസിലേക്ക് പോവുക എന്നുള്ളതാണ്. അല്ല തെലങ്കാനയിൽ എവിടെയെങ്കിലുമൊക്കെ നിർത്തി ചിലപ്പോൾ അവർ ജയിപ്പിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ അതൊന്നും വേണ്ട, ചിലപ്പോൾ അവർ രാജ്യസഭയിൽ തെലങ്കാന ഇപ്പോൾ നിൽക്കാൻ കഴിയില്ലല്ലോ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ മുന്നണി ജയിക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. സീതാറാം യെച്ചൂരിക്ക് രാജ്യസഭയിൽ വന്നാൽ വേണമെങ്കിൽ രാഹുൽ ഗാന്ധി കനിഞ്ഞാൽ ഒരു മന്ത്രിയാകാൻ കഴിയും, ഒരു കേന്ദ്രമന്ത്രിയാകാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞ CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയോട് പറയാനുള്ളത്, ഇങ്ങനെ പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പ്യൂണോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ക്ലർക്കോ ഒക്കെ ആയി തുടരുന്നതിനേക്കാൾ ഭേദം മാന്യമായി ഈ പാർട്ടി വിട്ടുപോവുക എന്നുള്ളതാണ്. അയാൾ ഫലത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിലാണ് അയാളുടെ പ്രവർത്തനങ്ങളൊക്കെ. ഡൽഹിയിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കോൺഗ്രസുമായിട്ട് ചേർന്നിട്ടുള്ളതാണ്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടാണ് സീതാറാം യെച്ചൂരി അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇനി ഇങ്ങനെ പിണറായി വിജയൻ്റെ ചവിട്ടടിയിൽ ശിഷ്ടകാലം തള്ളി നിൽക്കാതെ യെച്ചൂരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുകയും കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെയായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളും അവരുടെ ഒരു ഉപദേശകരുമായതുകൊണ്ട് അവരൊരു പക്ഷേ രാജ്യസഭയിലേക്കോ അല്ലെങ്കിൽ മന്ത്രി സ്ഥാനത്തേക്കോ ഒക്കെ ചിലപ്പം എത്തിച്ചേക്കാം അവർ ജയിച്ചാൽ എന്നാണ് എനിക്ക് സീതാറാം യെച്ചൂരിക്ക് നൽകാനുള്ള ഉപദേശം. ഇനി ഇങ്ങനെ പിണറായി വിജയൻ്റെ കാൽച്ചുവട്ടിൽ തുടരുക എന്ന് പറയുന്നത് സീതാറാം യെച്ചൂരി ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്നാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ആ നേതാവിനോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എനിക്ക് നൽകാനുള്ള ഉപദേശം.